നമസ്കാരം, ഞാൻ മഹേഷ് രതേഷ്ണൻ. വെൽക്കം ടു മൈ ചാനൽ mshtraveldiary. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചുമല പാറ എന്ന സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ബോർഡറാണ് ഈ സുന്ദരമായ സ്ഥലം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിനെയുള്ള ഒരു ടോപ്പ് വ്യൂ ആണ്. അതായത് പശ്ചിമഘട്ടത്തിന്റെ ഒരു ലോങ് വ്യൂ നമുക്ക് വളരെ സുന്ദരമായ ഒരു ലോങ് വ്യൂ നമുക്ക് ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് വെളുപ്പിനെ കാണാൻ സാധിക്കും. വെളുപ്പിനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സൂര്യോദയ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ കോടമഞ്ഞ് ഇറങ്ങുന്ന ഒരു സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു നല്ലൊരു ആംബിയൻസ് ആണ്. ആ കോടമഞ്ഞിൻ്റെ ഒരു ആംബിയൻസ് മഴയില്ലെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു സ്ഥലമാണ്. നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, വെളുപ്പിനെ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചുമല പാറയിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിംഗ് അത്ര ഹെവി ട്രക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഹെവി അല്ല, എന്നാൽ അത്ര സിമ്പിളും അല്ല. അപ്പം അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ വേണം. നിലവിൽ അഞ്ചുമല പാറ എന്ന സ്ഥലത്തിന് KTDCയുടെയോ ടൂറിസം വകുപ്പിൻ്റേതായ മേൽനോട്ടമോ അല്ലെങ്കിൽ സംരക്ഷണമോ ഇല്ല. പകരം നമ്മൾ അഞ്ചുമലയിലേക്ക് കയറുന്ന വഴിക്ക് താഴെയായിട്ട് 1000 തുണിമല അഞ്ചുമല സംരക്ഷണ സേവാ സമിതി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ സേവാ സമിതിയുടെ ഒരു ഫ്ലെക്സും നമുക്ക് വലതുവശത്തായിട്ട് കാണാം. അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ അഞ്ചുമല പാറ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളും ഫ്ലെക്സിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് പോകുന്നത് നമുക്ക് അടൂരിൽ നിന്നാണെങ്കിൽ കൃത്യം ഒരു 15 കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്ക് നമുക്ക് പോകാനായിട്ട്. അഞ്ചുമല ജംഗ്ഷനിലേക്ക്, പാറയ്ക്ക് താഴെയുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 15 കിലോമീറ്ററാണ്. അടൂരിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അടൂരിൽ നിന്ന് പത്തനാപുരത്തേക്ക് പോകുന്ന വഴിക്ക് എളമണ്ണൂരിൽ നിന്ന് വലത്തേക്കാണ്
തിരിയേണ്ടത്. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടാകും. ഗൂഗിൾ മാപ്പ് വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യ സ്ഥലത്ത് എത്തത്തില്ല, അത് ആദ്യം തന്നെ പറയാം. ഗൂഗിൾ മാപ്പ് നമ്മളെ വഴി തെറ്റിക്കും. എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കി അഞ്ചുമല പാറ എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ സ്ഥലത്തല്ല എത്തുന്നത്. അതിൽ നിന്നും കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഇനി പത്തനാപുരം അല്ലെങ്കിൽ പുനലൂർ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ എളമണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അകത്തേക്കൊരു 4-5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അഞ്ചുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോസ് എടുക്കാൻ നമുക്ക് എന്താ പറയുക, ഫ്രണ്ട്സുമായിട്ട് നമുക്കൊരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ആ ഒരു നേച്ചറിൻ്റെ ഒരു നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടും. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അഞ്ചുമല പാറയിൽ തന്നെ 2 പാറകളുണ്ട്. ഒന്ന് ഉയരം കുറഞ്ഞു, ഒന്ന് ഉയരം കൂടിയാണ്. 2 പാറയുടെ മുകളിൽ നമുക്ക് കയറാൻ സാധിക്കും. നല്ല വ്യൂ ആണ്, 360 ഡിഗ്രി നല്ല വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഒരു ദിവസം പോയി വരാൻ പറ്റുന്ന ട്രാവൽ സ്പോട്ടുകളാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്ഥലം ഇതുവരെ പോകാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോയി സ്പെൻഡ് ചെയ്യാവുന്നതാണ്.